Hello dear students, welcome to Lakshya School Plus. Myself Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 7th ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു ടോപ്പിക്കാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്, എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? മെയിൻലി നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ C++നകത്ത് മെയിൻ ആയിട്ട് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റോ ഒരു സെറ്റ് വൺ സ്റ്റേറ്റ്മെന്റോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റോ റിപ്പീറ്റഡ് ആയി എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആർ to perform repeated execution of a set of one or more statement. ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആവാം, അത് റിപ്പീറ്റഡ് ആയി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, ഒരു കാര്യം തന്നെ ഒരുപാട് തവണ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ മുന്നേ പഠിച്ച സ്ഥിതി നോക്കുകയാണെങ്കിൽ 1 പ്രിന്റ് 1 പ്രിന്റ് 2 അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ ചെയ്യണം. പ്രിന്റ് ഒരു വേരിയബിൾ നമ്മളിങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ? 100 തവണ പ്രിന്റ് 100 തവണ പ്രിന്റിംഗ് എക്സിക്യൂഷൻ ചെയ്യേണ്ടി വരുമോ? അല്ലെങ്കിൽ 100 തവണ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. 100 തവണ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ 100 തവണ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഒരു സ്റ്റേറ്റ്മെന്റോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റോ ഒന്നിലധികം തവണ റിപ്പീറ്റഡ് എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. സച്ച് എസ് കൺസ്ട്രക്ട് ആർ കോൾഡ് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിച്ചു വെക്കുക. ടു പെർഫോം റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റോ റിപ്പീറ്റഡ് എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ആ C++നകത്ത് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 3 ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് C++നകത്തുള്ളത്. ഏതൊക്കെയാണത്? അതായത് 3 എണ്ണം ഉണ്ട് അല്ലെ? മൂന്ന് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ് ആയി എക്സിക്യൂട്ട്. അപ്പൊ ഒരു കണ്ടീഷൻ നോക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ഏത് ലൂപ്പും വർക്ക് ചെയ്യുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ ലൂപ്പ് എന്ത് ചെയ്യുന്നു, ലൂപ്പ് ബോഡി എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ എന്താ ചെയ്യുന്നത്, ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള കാര്യമാണ് റിപ്പീറ്റഡ് ആയി എക്സിക്യൂട്ട്. അപ്പോൾ സിംപിളി വി ക്യാൻ സേ എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റോ റിപ്പീറ്റഡ് ആയി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. മെയിൻലി 2 ടൈപ്പ് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് എൻട്രി കൺട്രോൾ ലൂപ്പ് ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് പറയാം, ഒരു ലൂപ്പിനകത്ത് മെയിൻ ആയിട്ട് ഒരു വേരിയബിൾ ഉണ്ടാവും. ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് പറയുക. എന്താ പറയാ? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് പറയുക. ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ബേസ്ഡ് ഓൺ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ആ വേരിയബിൾ ആണ് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനകത്ത് ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ആ വേരിയബിൾ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിൾ അനുസരിച്ചിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് മനസ്സിലായി. 2 ടൈപ്പ് മെയിൻലി നമ്മുടെ ലൂപ്പിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? നമ്മുടെ എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നോക്കാം നമുക്ക്. അപ്പൊ ഈ എൻട്രി കൺട്രോൾ ലൂപ്പ് നമുക്കറിയാം. എൻട്രി കൺട്രോൾ ലൂപ്പിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൂപ്പ് ബോഡിക്കകത്തേക്ക് കടക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന എവിടെയാണ്? ലൂപ്പ് ബോഡി കഴിഞ്ഞിട്ട്, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു ലൂപ്പിന് 4 എലമെന്റ്സ് ഉണ്ടാവും. ഒരു ഏത് ലൂപ്പ് ആയിക്കോട്ടെ, അത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആയിക്കോട്ടെ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയിക്കോട്ടെ, അതിന് എന്തുണ്ടാകുന്നു, 4 എലമെന്റ്സ് ഉണ്ട്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 എലമെന്റ്സ് ഓഫ് ദി ലൂപ്പിന് ഉണ്ടാകുന്ന 4 എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ എലമെന്റ്സ് ഇനീഷ്യലൈസേഷൻ ആണ്. ഒരു എലമെന്റ് എന്താണ്? ഇനീഷ്യലൈസേഷൻ ആണ്. രണ്ടാമത്തെ എലമെന്റ് എന്താണ്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. മൂന്നാമത്തെ എലമെന്റ് ബോഡി ഓഫ് ദി ലൂപ്പ് ആണ്. നാലാമത്തെ എലമെന്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ എലമെന്റ് എന്താണ്? ഇനീഷ്യലൈസേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ എലമെന്റ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ എലമെന്റ് എന്താണ്? ബോഡി ഓഫ് ദി ലൂപ്പ്. നാലാമത്തെ എലമെന്റ് എന്താണ്? അപ്ഡേറ്റ്.
അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ലൂപ്പിന്റെ എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 4 എലിമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇനീഷ്യലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ഓർത്ത് വെക്കുക. ഏതൊക്കെ എലിമെന്റ്സ് ആണുള്ളത്? ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പിലേക്ക് കയറുന്നതിന് മുമ്പേ, ഒരു ലൂപ്പ് ബോഡിയിലേക്ക് കയറുന്നതിന് മുമ്പേ, ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ, ബിഫോർ എൻ്ററിങ് എ ലൂപ്പ്, ഇറ്റ്സ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുത്തിരിക്കണം. നമുക്കറിയാം ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇനീഷ്യലൈസേഷൻ? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ഇനീഷ്യലൈസേഷൻ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഗെറ്റ് ദ ഫസ്റ്റ് വാല്യൂ. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഫസ്റ്റ് വാല്യൂ കിട്ടുന്ന എവിടെയാണ്? ഇനീഷ്യലൈസേഷൻ സമയത്താണ്. ഒരു ഇനീഷ്യലൈസേഷൻ സമയത്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഫസ്റ്റ് വാല്യൂ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇനീഷ്യലൈസേഷൻ ചോദിച്ചാൽ നമുക്കറിയാം ഒരു ലൂപ്പിന് 4 എലമെന്റ്സ് ഉണ്ട്. 1 ഇനീഷ്യലൈസേഷൻ, 2 ടെക്സ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ദി ലൂപ്പ്, 4 അപ്ഡേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു തവണയേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിനകത്ത് പറയുന്നത്. ദ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ഓൺലി വൺസ് ദ ബിഗിനിങ് ഓഫ് ദി ലൂപ്പ്. അത് എപ്പോഴാണ്? ആ ലൂപ്പ് തുടങ്ങുന്ന സമയത്താണ് ഈ ഇനീഷ്യലൈസേഷൻ നമ്മുടെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്? ആ എലമെന്റ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇനീഷ്യലൈസേഷൻ? ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ്. എന്താ? ആ ഒരു റിലേഷൻ ആയിരിക്കാം, ലോജിക്കൽ ആയിരിക്കാം, അത്തരത്തിലൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ വിത്ത് വാല്യൂ ഐദർ ട്രൂ ഓർ ഫാൾസ്. മേ ബി അതിന്റെ വാല്യൂ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ റിലേഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷന്റെ വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കാം, ഫാൾസ് ആയിരിക്കാം. അപ്പോൾ ട്രൂ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുക. ഇറ്റ് ഡിസൈഡ് വെദർ ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ട് ഓർ നോട്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കുന്നു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ബോഡി ഓഫ് ദി ലൂപ്പ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നോക്കാം. ഇഫ് ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ട്രൂ, ദ ലൂപ്പ് ബോഡി ഗെറ്റ്സ് എക്സിക്യൂട്ടഡ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താവണം? ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവണം. എങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എന്ത് ചെയ്യുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അത് ഓർത്ത് വെക്കുക. ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ് പറയുന്നതാണ് അടുത്ത എലിമെന്റ് എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് എന്ത് കൊടുത്തു? ഒരു വാല്യൂ കൊടുത്തു നമ്മൾ. ആ വാല്യൂ അപ്പോൾ ഒരു തവണ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ. അതിനെ ഒന്നുമില്ല കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ്? ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് മോഡിഫൈ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ചേഞ്ചിങ് ഇറ്റ്സ് വാല്യൂ എന്നാണ്. ആ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ലൂപ്പ് കൺട്രോൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ട് ബിഫോർ ദ നെക്സ്റ്റ് iteration ആണ്. അടുത്ത iteration തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബോഡി ഓഫ് ദി ലൂപ്പ് നമുക്കറിയാം എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്താണോ റിപ്പീറ്റഡ് ആയി വർക്ക് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി, അതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേസ് ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ മെയിൻലി 4 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? 2 ലൂപ്പ് ഉണ്ടെന്നാ പറയുന്നത്. ലൂപ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. ജനറലി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ആണ് എന്ത്? ഡു വൈൽ ലൂപ്പ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, ഏതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറുമ്പോൾ എന്ത് ചെയ്യുക? ലൂപ്പിനകത്തേക്ക് ഇതാണ് ലൂപ്പ് ബോഡി എങ്കിൽ ഈ ലൂപ്പ് ബോഡിക്ക് അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? കയറുള്ളൂ. അതിനെയാണ് എൻട്രി കൺട്രോൾ എന്ന് പറയാം.
എൻട്രി കൺട്രോളിന്റെ എക്സാമ്പിൾ ആണെന്ത് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾ എന്താണ്? എക്സിറ്റ് കൺട്രോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എക്സിറ്റ് നമ്മൾ ലൂപ്പ് ബോഡി വർക്ക് ചെയ്ത് കഴിഞ്ഞ് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത ഒരു തവണ എന്തായാലും വർക്ക് ചെയ്യും. ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരിക്കൽ എന്തായാലും വർക്ക് ചെയ്യുന്ന, ഒരു തവണ എന്തായാലും വർക്ക് ചെയ്യുന്ന ലൂപ്പാണെന്ത് എക്സിറ്റ് കൺട്രോൾ. അതായത് കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുമല്ലോ, ഇത് വർക്ക് ചെയ്ത് വന്നിട്ടാണ് കണ്ടീഷൻ നോക്കണേ. കണ്ടീഷൻ നോക്കണേ വർക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് എക്സാമ്പിൾ എന്നാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ലൂപ്പിന് 4 എലമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. മെയിൻലി രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഏതാണ്? എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ. എൻട്രി കൺട്രോൾ ലൂപ്പിന് ഒരു എക്സാമ്പിൾ ആണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അപ്പൊ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ആദ്യം ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ എന്ത് പഠിക്കണം? നിങ്ങൾ ഈ പറയുന്ന സിന്റാക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് സിന്റാക്സ് പഠിച്ചു വെക്കണം. ആദ്യം എന്താണ്? ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമ്മളിപ്പോൾ ഒരു 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, ഒരു 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പൊ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു. ഇനീഷ്യലൈസേഷൻ എന്നാ അപ്പോൾ ഒരു ഇൻഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കും, ഇൻഡ് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അതിന്റെ വാല്യൂ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. അതിന്റെ വാല്യൂ 1 കൊടുക്കുന്നു, അതിന് കുത്തുക. ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. നെക്സ്റ്റ് വൈൽ എന്ന് പറയുന്നു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കുന്നു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ഐ എന്താണ്? 10നെക്കാട്ടി ചെറുതോ ഈക്വലോ ആണോ നോക്കുന്നു. ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് തുറക്കുന്നു. അതിനകത്ത് എന്ത് പറയുന്നു? ബോഡി ഓഫ് ദി ലൂപ്പ്. എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? നമ്മൾ 1 മുതൽ 10 വരെയാണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? സി ഔട്ട് എന്ത് പറയുന്നു? ഐ പറയുന്നു. ഐ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്? ഐ ആണ് പ്രിന്റ് ചെയ്തത്. ഐ പ്രിന്റ് ചെയ്യണം. ഒരു ടാബ് ഇടാം നമുക്ക്. ഒരു സ്ലാഷ് ടി ഇടാം നമുക്ക്. സ്ലാഷ് ടി ഇടാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓർക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഐ പ്ലസ് പ്ലസ് പറയുന്നു. ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം എന്താണ് ഔട്ട്പുട്ട് നൽകുന്നത്? നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഔട്ട്പുട്ട് നൽകുന്നത് എന്താ അറിയോ? ഈ പ്രോഗ്രാം ഔട്ട്പുട്ട് നൽകുന്നത് എന്താണ്? 1 ആദ്യം എന്ത് പ്രിന്റ് ചെയ്യും? ഐയുടെ വാല്യൂ എന്താകുന്നു? ഐയുടെ വാല്യൂ 1 ആകുന്നു. ഐയുടെ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ 10 ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ? ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൂപ്പിലേക്ക് പോരുന്നു. സി ഔട്ട് ഐ എന്ത് പ്രിന്റ് ചെയ്യുന്നു? 1 പ്രിന്റ് ചെയ്തു. 1 പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഒരു ടാബ് കുറച്ചും കണ്ട് നീങ്ങി അല്ലെ, ഒരു ടാബ് എന്നുള്ള ടാബ് സ്പേസ് നീങ്ങി. നെക്സ്റ്റ് വീണ്ടും ഐയുടെ വാല്യൂ പ്ലസ് പ്ലസ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഐ പ്ലസ് പ്ലസ്. ഐയുടെ വാല്യൂ 2 ആകുന്നു. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു, മേലേക്ക് പോകുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐ എന്താണ്? 2 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ്. അഗൈൻ എന്ത് സംഭവിക്കുന്നു? ലൂപ്പിനകത്തേക്ക് വരുന്നു. 2 പ്രിന്റ് ചെയ്യുന്നു. 3 ആകുന്നു, 4 ആകുന്നു, 5 ആകുന്നു. അങ്ങനെ 3 ശ്രദ്ധിക്കുക. 3, 4, 5, 6, 7, 8, 9, 10 വരെ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇപ്പൊ 10 ആണ്. 10 പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്തായി മാറി? 11 ആയി മാറി. ഐയുടെ വാല്യൂ 11 ആയി മാറി. നൗ ദ വാല്യൂ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? 11 ആണ്. ഐയുടെ വാല്യൂ 11 ആണ്. സോ കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതാണ് ഒരു എക്സാമ്പിൾ. എന്തിന്റെ എക്സാമ്പിൾ ആണ്? വൈൽ ലൂപ്പിന് എക്സാമ്പിൾ ആണ്. വൈൽ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ് നോക്കുന്നു. ട്രൂ ആകുന്നത് അത് എപ്പോഴാണോ ഫാൾസ് ആകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ഇത് ബോഡി ഓഫ് ദി ലൂപ്പ്, ഇത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഇതിനകത്ത് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. ഫ്ലോ ചാർട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു. അതെന്താ ചെയ്യേണ്ടത്? ഇനീഷ്യലൈസേഷൻ പറയുന്നു. നമ്മൾ എന്താണ് ചെക്കേണ്ടത്? റോംബസിനകത്ത് എന്താണ്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കുന്നു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്? ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യുന്നു. ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലെ, ഇങ്ങനെ വരച്ചു വെക്കുക. ബോഡി ഓഫ് ലൂപ്പ്. അടുത്ത് എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോൾ ഫാൾസ് ആകുന്നോ, എപ്പോഴാണോ ഫാൾസ് ആകുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പുറത്തേക്ക് ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നു. ഇതാണ് എന്ത്? വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു 1 ആണ്. കെയുടെ വാല്യൂ 1 ആണ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ കെ എന്താണ്? 3നെക്കാട്ടി ചെറുതാണ്. എന്ത് പ്രിന്റ് ചെയ്യണം? കെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്തു? കെയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ഒരു ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലാഷ് ടി കൊടുത്തു. നെക്സ്റ്റ് കെ പ്ലസ് പ്ലസ്. കെയുടെ വാല്യൂ 2 ആയി നോക്കുന്നു. വീണ്ടും നോക്കുന്നു. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് പ്രിന്റ് ചെയ്യണം? കെ പ്രിന്റ് ചെയ്യണം. 2 പ്രിന്റ് ചെയ്തു. അഗൈൻ കെയുടെ വാല്യൂ 3 ആകുന്നു. കെയുടെ വാല്യൂ 3 ആകുന്നു. ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അങ്ങനെ വീണ്ടും 3 പ്രിന്റ് ചെയ്യുന്നു.
വീണ്ടും കെയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ചെയ്തു. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആയി പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, പ്രഡിക്ട് ദി ഔട്ട്പുട്ട് ഓഫ് ദി കോഡ് എന്താണ് 1 2 3. ഇനി ഇവിടെ നോക്കൂ, ചെക്ക് ചെയ്യാം. കെയുടെ വാല്യൂ 5 ആണെങ്കിൽ കെയുടെ വാല്യൂ നമ്മൾ എന്തായി കൊടുത്തു, 5 ആയി കൊടുത്തു. കെയുടെ വാല്യൂ 1 അല്ല 5 ആയി കൊടുത്തു. എന്താ സംഭവിക്കുക, ഈ കണ്ടീഷൻ റോങ് ആവും, കണ്ടീഷൻ റോങ് ആണ്, ഫോൾസ് ആണ്. അപ്പോൾ ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി ഈ ലൂപ്പ് ബോഡിക്കകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ, ഈ ലൂപ്പ് ബോഡിക്കകത്തേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, വൈൽ എൻട്രി കൺട്രോൾ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതെന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് ലൂപ്പ് ബോഡി, ഇത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒരു 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ ചെയ്തു. 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാൻ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം പറഞ്ഞു, യൂസിങ് നെയിം സ്പേസ് std പറഞ്ഞു, ഇന്റ് മെയിൻ, ഇന്റ് n = 1, വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. ഇതിപ്പോൾ 100 വരെ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന വാല്യൂ എന്ത് ചെയ്താൽ മതി, 100 ആക്കിയാൽ മതി. ഇപ്പോൾ ഇതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യം നമ്മൾ എന്ത് കൊടുത്തു, 1 കൊടുത്തു. എന്നിട്ട് നോക്കുകയാണ്, എന്നിട്ട് n നെ എങ്ങനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രിന്റ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ ആണ്, 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ചെയ്തത്. നെക്സ്റ്റ് ഫോർ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പിന്റെ പ്രത്യേകത, ഫോർ ലൂപ്പ് ഈസ് ഓൾസോ എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് എന്ത് തന്നെയാണ്, എൻട്രി കൺട്രോൾ ലൂപ്പ് തന്നെയാണ് ഫോർ ലൂപ്പ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്, ഫോർ ലൂപ്പ് ഈസ് ഓൾസോ എൻട്രി കൺട്രോൾ ലൂപ്പ്. കയറുമ്പോൾ തന്നെ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ മാത്രമേ കണ്ടീഷൻ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട്, ലൂപ്പ് ബോഡി എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്, ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പ് ഈസ് ഓൾസോ എൻട്രി. ഫോർ ലൂപ്പിന്റെ പ്രത്യേകത, ഈ പറയുന്ന ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ ഒരുമിച്ചാണ് എഴുതുക. അതാണ് all three loop elements, initialization അതുപോലെ തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആർ പ്ലേസ്ഡ് ടുഗദർ. ഒരുമിച്ചാണ് അവരെ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ അതിന്റെ ഒരു സിന്റാക്സ് നോക്കൂ. ഫോർന്ന് എഴുതുന്നു. ആദ്യം ഇനീഷ്യലൈസേഷൻ പറയുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ പറയുന്നു, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ബോഡി ഓഫ് ദി ലൂപ്പ് പറയുന്നു. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഓർത്ത് വെക്കുക. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഇതാണ്, ഓർത്ത് വെക്കുക. ഇനി ഫോർ പറയുന്നു ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഫോർ സ്റ്റേറ്റ്മെന്റ്. n is equal to 1 ആണ്, n is equal to 1 ആണ്, n less than or equal to 10 ആണ്. അപ്പോൾ ഒരു ലൂപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫോർ ലൂപ്പ് പറഞ്ഞിരുന്നു. എന്താണ്, 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്താണ്, ഫോർ n is equal to 1, n less than or equal to 10 ആണ്, n++. അത് ജസ്റ്റ് എല്ലാം ഒരുമിച്ച് എഴുതുന്നു. എന്താണ്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, അപ്ഡേഷൻ ഇതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. ഇതെന്താണ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ബോഡി ഓഫ് ദി ലൂപ്പ് ആണ്. ഇവിടെ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബ്രേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ചിത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ചിത്രം ഓർത്ത് വെക്കുക. ആദ്യം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്തു, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുന്നോ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് വൈൽ ലൂപ്പിൽ തന്നിട്ട് ഫോർ ലൂപ്പ് ആക്കാൻ പറയും. വൈൽ ലൂപ്പ് എന്നിട്ട് ഫോർ ലൂപ്പ് ആക്കാൻ സിമ്പിൾ ആണ്. ആ 3 എലമെന്റ്സ് ഒരുമിച്ച് എഴുതിയാൽ മതി. നെക്സ്റ്റ് പറയുന്നതാണ് ഡു വൈൽ ലൂപ്പ് ആണ്. അടുത്ത ലൂപ്പ്. ഇപ്പോൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് 10 വരെ പ്രിന്റ് ചെയ്യാൻ എന്താണ് ചെയ്തത്, നമ്മൾ വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്തതുപോലെ വൈൽ ലൂപ്പിൽ ചെയ്തപ്പോൾ n is equal to 1, വൈലിന്റെ ഉള്ളിലാണ് n less than or equal to 10 കൊടുത്തുള്ളത്. അതിന് പകരം നമ്മൾ ഇത് 3 ഒരുമിച്ച് എഴുതി. അതാണ് എന്ത്, ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡു വൈൽ ലൂപ്പ് ആണ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് C++നകത്ത് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് നെസസറി ടു എക്സിക്യൂട്ട്. ഒരു ലൂപ്പ് ബോഡി എന്തായാലും വർക്ക് ചെയ്യണം. കണ്ടീഷൻ റോങ് ആണെങ്കിലും ലൂപ്പ് ബോഡി വർക്ക് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള ലൂപ്പിനെയാണ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. ഇറ്റ് ഈസ് നെസസറി എക്സിക്യൂട്ട് ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണ എന്തായാലും വർക്ക് ചെയ്യുന്ന ലൂപ്പിനെയാണ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയിട്ടുള്ള ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഡു വൈൽ ലൂപ്പ് ഇസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്യും. അതായത് ആദ്യം എന്താ പറയണേ, ഡു എന്ന് പറയും. ഇവിടെ ഡു എന്ന് ഇങ്ങനെ പറയും. ഡു എന്ന് പറഞ്ഞ് ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൂപ്പ് ബോഡി ഒരു തവണ വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ലൂപ്പ് ബോഡി വർക്ക് ചെയ്തു, ടെക്സ്റ്റ് എക്സ്പ്രഷൻ പിന്നെ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ഫോൾസ്, ദി ലൂപ്പ് വിൽ ബി
terminate, otherwise the loop execute. ഇത് ഇവിടെ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഡു വൈൽ ലൂപ്പ് ഇസ് എ ബോഡി വിൽ എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി കണ്ടീഷൻ ഫോൾസ് ആണോ ട്രൂ ആണോ ഒന്നും നോക്കുന്നില്ല. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട്. കാരണം ഇറങ്ങി പോകുമ്പോഴാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ സിൻടാക്സ് നോക്കൂ. ഇനീഷ്യലൈസേഷൻ സാധാ പോലെ തന്നെ ഡു ബോഡി ഓഫ് ഡു പറഞ്ഞു, ഡു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ചെയ്യണം എന്നാ. ഡു ബോഡി ഓഫ് ദി ലൂപ്പ് പറഞ്ഞു, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, ഈ ബോഡിയിൽ ലൂപ്പ് ബോഡിയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നോക്കുക, ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കുക. ഫ്ലോ ചാർട്ട് എന്ത് തന്നെയാണ്, എവിടെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്, കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ്, ഇറങ്ങിയിട്ട് അല്ലേ, ലൂപ്പ് ബോഡി കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ട്രൂ ആണെങ്കിൽ അഗൈൻ ലൂപ്പ് ബോഡിക്കകത്തേക്ക് പോകുന്നു, ഫോൾസ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ട്, ഈ പ്രോഗ്രാം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്താണ് ചെയ്തത്, k ഈസ് ഈക്വൽ ടു ഇൻഡ് k ഈസ് ഈക്വൽ ടു 1. കെയുടെ വാല്യൂ എന്താണ്, കെയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡു എന്ന് പറയുന്നു, എന്താ പറയുക, ഡു എന്ന് പറയുന്നു, കെയുടെ വാല്യൂ 1 ആണ്, ഡു എന്ന് പറയുന്നു. സി ഔട്ട് എന്താണ്, k സ്ലാഷ് എന്താണ്, സ്ലാഷ് ടി പറയുന്നു. എന്നിട്ട് വീണ്ടും എന്താണ്, പ്ലസ് k പറയുന്നു. വൈൽ എന്താണ്, വൈൽ k less than or equal to 3. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന എപ്പോഴാണ്, കണ്ടീഷൻ എപ്പോഴാണ് ചെക്ക് ചെയ്യണത്, ഇത് വർക്ക് ചെയ്തതിന് ശേഷമാണ്. സി ഔട്ട് കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. കണ്ടീഷൻ എപ്പോഴും ചെക്ക് ചെയ്യണത്, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ് ബോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യും, 1 2 3 പ്രിന്റ് ചെയ്യും. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഈ കെയുടെ വാല്യൂ 5 കൊടുത്തു വിചാരിക്കുക. കെയുടെ വാല്യൂ 5 കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ടീഷൻ റോങ് ആണല്ലോ. കെയുടെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ റോങ് ആണ്, k less than or equal to 3 അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പാടില്ല ശരിക്ക്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എപ്പോഴാണ്, ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനൊരു ഔട്ട്പുട്ട് കിട്ടും, 5 എന്ന് ഔട്ട്പുട്ട് കിട്ടും, പിന്നെ വർക്ക് ചെയ്യില്ല. അതാണ് ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. അപ്പോൾ ഡു വൈൽ ലൂപ്പ് ഒരു തവണ എന്തായാലും വർക്ക് ചെയ്യുന്ന ലൂപ്പിനെയാണെന്ന് പറയുന്നത് ഡു വൈൽ ലൂപ്പ്. ഇതിനെ കമ്പാരിസൺ പറയുമ്പോൾ എന്താണ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും സെയിം ആണ്, എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇതെന്താണ്, വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. നെക്സ്റ്റ് എന്താണ്, ഇനീഷ്യലൈസേഷൻ അലോങ് വിത്ത് ലൂപ്പ് ബോഡിയാണ്. ഇവിടെ ബിഫോർ ആണ്, ലൂപ്പ് ബോഡിക്ക് മുന്നേ ആണ് ഇനീഷ്യലൈസേഷൻ. നമ്മൾ i ഈക്വൽ ടു 10 ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്ന എപ്പോഴാണ്, ആ നമ്മുടെ ലൂപ്പ് ബോഡിക്ക് മുന്നേ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ ബിഫോർ ലൂപ്പ് ബോഡിയാണ്, ഇനീഷ്യലൈസേഷൻ എപ്പോഴാണ്, ബിഫോർ തന്നെയാണ്, എല്ലാം ബിഫോർ തന്നെയാണ്, ഇത് ഒരുമിച്ചാണെന്നുള്ളൂ. പക്ഷെ നോ ഗ്യാരണ്ടി ആണ്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഒരിക്കലും വർക്ക് ചെയ്യുന്ന ഒരു ഉറപ്പില്ല. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എന്താണ്, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും കണ്ടീഷൻ റോങ് ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ ഡു വൈൽ ലൂപ്പ് എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ റോങ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നു. ഗ്യാരണ്ടി വിൽ എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് ആണ്, ഇവൺ ദ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ലൂപ്പ് ബോഡി എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ലൂപ്പ്, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിനകത്ത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിനകത്ത് ഡു വൈൽ ലൂപ്പ്. ലൂപ്പിന്റെ 4 എലമെന്റ്സ് ഏതൊക്കെയാണ്, ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ ആൻഡ് ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ, താങ്ക് യു. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.